നമസ്കാരം. പതിറ്റാണ്ടുകളായി ഇടതും വലതും മാറി മാറി ഭരണം നടത്തിയ സംസ്ഥാനത്ത് മൂന്നാമത്തെ ശക്തി എന്ന നിലയിൽ മാത്രം കണക്കാക്കിയിരുന്ന BJP ഇപ്പോൾ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഇതൊരു അപ്രതീക്ഷിതമായ മുന്നേറ്റമൊന്നുമല്ല, മറിച്ച് വർഷങ്ങളായുള്ള സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഫലമാണ്. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മിഷൻ 34 എന്ന രാഷ്ട്രീയ ആയുധമാണ് ഇറക്കുന്നത്. 140 മണ്ഡലങ്ങൾ എന്ന അവകാശവാദത്തിൽ നിന്ന് പിന്മാറി പ്രധാനപ്പെട്ട 40 മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കുന്നു. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട 34 മണ്ഡലങ്ങൾ ഫസ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക. ഇടതു മുന്നണി ഇപ്പോൾ നേരിടുന്നത് ഭരണവിരുദ്ധ വികാരമാണ്. തുടർച്ചയായ ഭരണകാലം സൃഷ്ടിക്കുന്ന ക്ഷീണം, സാമ്പത്തിക പ്രതിസന്ധികൾ, ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ, ഇവയെല്ലാം ഇടതുപക്ഷത്തിന്റെ സാമൂഹിക അടിത്തറയിൽ വിള്ളലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മറുവശത്ത് കോൺഗ്രസ് നയിക്കുന്ന UDF ഇതെല്ലാം മുതലെടുക്കുന്നുണ്ട് എങ്കിലും ശക്തമായ നേതൃത്വമോ വ്യക്തമായ രാഷ്ട്രീയ ദിശയോ അവർക്ക് അവതരിപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ ഇടവേളകളിലാണ് BJP കൃത്യമായ കാൽവെക്കുന്നത്. BJPയുടെ കേരള തന്ത്രം ഇനി രാഷ്ട്രീയ മുദ്രാവാക്യമൊന്നുമല്ല. ക്ഷേത്ര വിഷയം മാത്രം പറഞ്ഞ് വോട്ട് നേടേണ്ട അവസ്ഥയും ഇനി BJPക്കില്ല. വികസനം, സുരക്ഷ, ദേശീയത, മധ്യവർഗ ആശങ്കകൾ, യുവാക്കളുടെ തൊഴിലില്ലായ്മ എന്നിവയെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രചാരണ ഭാഷയാണ് BJPയുടേത്. മിഷൻ 34 എന്നത് ഒരു തിരഞ്ഞെടുപ്പ് ലക്ഷ്യം മാത്രമല്ല, അത് കേരള സമൂഹത്തെ വായിക്കുന്ന ഒരു പരീക്ഷണമാണ്. നഗരമേഖലകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ പോലുള്ള ജില്ലകളിൽ BJPക്ക് വോട്ട് ഷെയർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ ഒരുമിച്ച് ചേരുന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ ദൗർലഭ്യം BJP സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുമുണ്ട്. ഇവിടെയാണ് ത്രികോണ മത്സരത്തിന്റെ സാധ്യതകൾ തുറക്കപ്പെടുന്നത്. BJP കേരളത്തിൽ ജയിക്കുമോ എന്ന ചോദ്യത്തെക്കാൾ പ്രസക്തമാണ് BJP ജയിച്ചാൽ ആര് തോറ്റുപോകും എന്നുള്ളത്. 34 സീറ്റുകൾ BJP നേടിയാൽ അത് നേരിട്ട് ബാധിക്കുന്നത് കോൺഗ്രസിനെയാണ്. കാരണം ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകൾ തകർന്നാലും കോൺഗ്രസിന്റെ സ്വിംഗ് മണ്ഡലങ്ങൾ BJPക്ക് എളുപ്പത്തിൽ പിടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ കേരള രാഷ്ട്രീയത്തിലെ മുഖ്യ പ്രതിപക്ഷ സ്ഥാനവും ചോദ്യം ചെയ്യപ്പെടും. സാമ്പത്തിക സുരക്ഷ, ജോലി, ജീവിത നിലവാരം ഇവയെല്ലാം തിരിച്ചറിയുന്ന ഒരു പുതിയ വോട്ടർ വിഭാഗം കേരളത്തിൽ വളരുകയാണ്. ഈ വിഭാഗത്തെ അഭിസംബോധന ചെയ്യുന്നതിലാണ് BJPയുടെ പുതിയ നീക്കങ്ങൾ. കേരളം ഇനി പഴയ രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്ക് മടങ്ങില്ല. ഇടതും വലതും മാത്രം മാറി ഭരിക്കുന്ന കാലഘട്ടം അവസാനത്തിലേക്ക് നീങ്ങുകയാണ്. BJP ആ വിടവിൽ കാൽവെച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഒരു പാർട്ടിയുടെ വിജയം മാത്രമല്ല, ഒരു സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ മനോഭാവം എവിടേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ്. കേരളം മാറുകയാണ് ഉറച്ച പടികളോടെ. ആ മാറ്റം തിരിച്ചറിയുന്നവർക്കാണ് 2026 ശേഷം രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കഴിയുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.